ഹായ് ഹലോ. അപ്പോൾ കുറച്ച് കൊച്ചു കുട്ടികളുടെ കഥ പറയാൻ വേണ്ടിയിട്ടാണ് കൂട്ടുകാരെല്ലാം വന്നിട്ടുള്ളത്. അപ്പോൾ കഥയൊക്കെ സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ അവസാനം പറഞ്ഞുള്ള കഥയിലാണ് എനിക്ക് ട്വിസ്റ്റ് വരുന്നത്. ആ കുട്ടിയുടെ കഥ നിങ്ങൾ ഫുള്ളായിട്ട് കാണാം. ആകെ സങ്കടത്തിലാക്കിയൊരു കഥയാണ് ആ കുട്ടി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഫുള്ളായി കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മുടെ പ്രവാചകൻ ഈ പുണ്യമാസത്തിൽ എന്നാൽ ഞാൻ എടുക്കാതെ പറയാം. ഒരിക്കൽ പ്രവാചകൻ ശിഷ്യന്മാരും ഒരു കൂടി സദസ്സിലിരിക്കുകയായിരുന്നു. ആ സദസ്സിന്റെ ഇടയിൽ ഒരു യാചകൻ കയറി വന്നു. എന്നിട്ട് ആ യാചകൻ നബിയോട് പറഞ്ഞു, നബിയെ വല്ലതും തരണേ. നബി ചോദിച്ചു, എന്നാലും എന്തെങ്കിലും ഒന്നും ഉണ്ടാവില്ലല്ലോ. എന്റെ കയ്യിൽ ഒരു പുഴക്കും വെള്ളി പാത്രവും ഉണ്ട്, എന്നാൽ അത് കൊണ്ടുവരും. അങ്ങനെ ആ യാചകൻ സന്തോഷത്തോടെ വീട്ടിൽ പോയി ആ പുഴക്കും വെള്ളി പാത്രവും കൊണ്ടുവന്നു. എന്നിട്ട് നബിയുടെ കയ്യിൽ കൊടുത്തു. നബി സഹാബികളോട് ചോദിച്ചു, ആരാണ് ഈ പുഴക്കും വെള്ളി പാത്രവും വിലക്ക് വാങ്ങാൻ തയ്യാറാകുന്നത്? അങ്ങനെ ഒരു സഹാബി കൈ പോക്കി പറഞ്ഞു, ഈ പുതുപ്പും വേണ്ടി പാത്രവും വാങ്ങുക. അങ്ങനെ ആ യാചകനോട് നബി പറഞ്ഞു, ഈ ഒരു വീട്ടിൽ ഭക്ഷണം കൊടുത്തു, മറ്റു ദിനത്തിൽ നീ മനുഷ്യർക്ക് കാട്ടിൽ പോയി വിറകുകൾ വിട്ടു. അങ്ങനെ യാചകൻ സന്തോഷത്തോടെ വീട്ടിൽ പോയി. രണ്ടാഴ്ച കഴിഞ്ഞ് വരുമ്പോൾ ആ യാചകന്റെ കയ്യിൽ 10 ദിർഹങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ ആ യാചകൻ പറഞ്ഞു, ഇതിൽ നീ പുതുപ്പും വെള്ളി പാത്രവും വാങ്ങി ബാക്കിയുള്ളത് വീട്ടുപയോഗത്തിൽ ആവശ്യം. ഈ നബിയുടെ കഥകാരന്റെ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ട് കാണും. അസ്സലാമു അലൈക്കും. നിങ്ങൾക്ക് ഞാനൊരു കഥ പറഞ്ഞു തരാം. നല്ല രസമുള്ള കഥയാണ്. പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സമൂഹത്തിൽ കഷ്ടപ്പെടുന്നവർക്ക് എപ്പോഴും ഒരു കൈത്താങ്ങായിരുന്നു. പ്രവാചകന്റെ ജീവിതത്തിലൂടെ നമുക്ക് കാണാൻ കഴിയും. ഒരിക്കൽ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങാടിയിലൂടെ നടന്നു പോകുകയായിരുന്നു. അപ്പോൾ ഭാരമേറിയ ചുമട് തലയിൽ വഹിച്ചു കൊണ്ടുപോകുന്ന പ്രവാചകന്റെ ശ്രദ്ധയിൽപ്പെട്ടു. പ്രവാചകൻ പറഞ്ഞു, ആ ഭാരചുമട് ഇങ്ങോട്ട് തരൂ, അത് ഞാൻ വഹിച്ചുകൊള്ളാം. ഹൃദയയുടെ ചുമടുമായി അവരോടൊപ്പം നടന്നു. പ്രവാചകന്റെ പ്രവൃത്തി അത്ഭുതം തോന്നി. പ്രവാചകനോട് പറഞ്ഞു, ഇവിടെ മുഹമ്മദിനെ പറയുന്ന ഒരാൾ നമ്മുടെ പൂർവികന്മാരെയും ദൈവങ്ങളെയും ഒക്കെ തള്ളി പറയുന്നു. മോനെ പോലുള്ള യുവാക്കൾ അവന്റെ പിടിയിൽ അകപ്പെടരുത്. അസ്സലാമലൈക്കും. നമ്മുടെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച മാസമാണല്ലോ റബീഉൽ അവ്വൽ. ഈ പുണ്യമാസത്തിൽ നബിയുടെ കഥകൾ കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. എന്നാൽ ഞാനൊരു കഥ പറയാം. ഒരിക്കൽ പ്രവാചകനും ശിഷ്യന്മാരും ഒരു സദസ്സിലിരിക്കുകയായിരുന്നു. ആ സദസ്സിനിടയിലേക്ക് ഒരു യാചകൻ കയറി വന്നു. ആ യാചകൻ നബിയോട് പറഞ്ഞു, നബിയെ, എനിക്ക് വല്ലതും തരണേ. അപ്പോൾ മുത്തുനബി അദ്ദേഹത്തോട് ചോദിച്ചു, താങ്കൾ എന്തിനു യാചിക്കുന്നു? താങ്കളുടെ വീട്ടിലൊന്നുമില്ലേ? ഇല്ല. എന്നാൽ ബന്ധുക്കൾ ഉണ്ടാകുമല്ലോ. എന്റെ കയ്യിൽ ഒരു പുതപ്പും ഒരു വെള്ളി
ബാക്കിയുള്ള ദിർഹങ്ങളിൽ നീ വീട്ടിലേക്ക് ആവശ്യമായ സാധനങ്ങൾ വാങ്ങുക. യാതനയിൽ നിന്ന് മോചനം കിട്ടിയ സഹാബി സന്തോഷത്തോടെ വീട്ടിൽ പോയി. അസ്സലാമു അലൈക്കും. എന്റെ പ്രിയ രക്ഷിതാക്കളെ, കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. എന്റെ ഈ കൊച്ചു കഥയുടെ പേരാണ് നബിയും പുള്ളിമാനും. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു വഴിയിലൂടെ നടന്നു പോവുകയായിരുന്നു. അപ്പോൾ ഒരു വീട്ടുമുറ്റത്ത് ഒരു പുള്ളിമാനെ കാണാനിടയായി. അപ്പോൾ ആ പുള്ളിമാന്റെ വയറിനടിയിൽ അകിട് കാണാനും സാധിച്ചു. എന്നിട്ട് ആ പുള്ളിമാനെ നബിയെ കണ്ടപ്പോൾ ആ പുള്ളിമാൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, നബിയെ, എനിക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്, അവർക്ക് ഞാൻ പാൽ കൊടുത്തു വരട്ടെ. നബി ഈ വീട്ടുകാരോട് ചോദിക്കുമോ? അപ്പോൾ നബി പറഞ്ഞു, തീർച്ചയായും ഞാൻ ചോദിക്കാം. എന്നിട്ട് നബി വീട്ടുകാരോട് ചോദിച്ചു. വീട്ടുകാർ പറഞ്ഞു, അഥവാ ഈ പുള്ളിമാൻ ഇവിടെ വന്നില്ലെങ്കിലോ?